തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 27-ാം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്ത് സൂക്ഷിക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഇന്ന് യഥാർത്ഥ ഭക്തി എന്താണെന്ന് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ ജപമാലകൾ ചൊല്ലുന്നവർ അതാണോ യഥാർത്ഥ ഭക്തി? അതെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ചെന്ന് പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണോ യഥാർത്ഥ ഭക്തി? ദേവാലയങ്ങൾ തോറും നടന്ന് തീർത്ഥാടനം ചെയ്യുന്ന, ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളിലും കടന്നു ചെന്ന് തീർത്ഥയാത്ര ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിതമാണോ യഥാർത്ഥ ഭക്തി? ഇങ്ങനെ പലതരത്തിൽ മനുഷ്യനിന്ന് ആകുലപ്പെടുന്നുണ്ട്. എന്താണ് യഥാർത്ഥ ഭക്തി? എന്നാൽ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഒത്തിരിയേറെ ജപമാലകൾ ചൊല്ലുന്നതും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതും തീർത്ഥാടനം ചെയ്യുന്നതും ദൈവവചനം ധ്യാനിക്കുന്നതുമൊക്കെ യഥാർത്ഥമായ ഭക്തിയിലേക്ക് എത്തിച്ചേരുവാനായിട്ടാണ്. ദൈവം നമുക്ക് സുവിശേഷങ്ങളും ദൈവവചനവുമൊക്കെ നൽകിയത് അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ധ്യാനിച്ച് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് യഥാർത്ഥ ഭക്തി ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ജപമാല ചൊല്ലുകയും കുർബാനയ്ക്ക് പോവുകയും ചെയ്യുന്ന വ്യക്തി അവൻ്റെ പ്രവൃത്തികളിൽ ഈ വചനത്തിന് യോഗ്യമായി ജീവിക്കാത്ത ജീവിതമാണെങ്കിൽ അത് യഥാർത്ഥ ഭക്തിയല്ല. അനുദിന ജീവിതത്തിൽ അവൻ അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിന് എത്തിച്ചേരുവാൻ അവൻ്റെ ഭക്തി അവനെ സഹായിക്കുന്നുണ്ടോ? എൻ്റെ വിശ്വാസ ജീവിതവും എൻ്റെ ഭക്തിയും മറ്റുള്ളവരുടെ നിസ്സഹായരുടെ ജീവിതങ്ങളിൽ ഇറങ്ങിച്ചെല്ലുവാനായിട്ട് കഴിയുന്നതാണ് യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ജീവിക്കുന്നതാണ് യഥാർത്ഥ ദൈവഭക്തി. ഒത്തിരിയേറെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഭക്താനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതുമൊക്കെ ലോകത്തിൻ്റെ കളങ്കത്തിൽ ചെന്ന് വീഴാതിരിക്കുവാൻ കൂടിയാണ്. പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും മദ്യത്തിനും മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോവുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ നമ്മൾ ലോകത്തിൻ്റെ കളങ്കം നമ്മുടെ ഉള്ളിൽ കയറ്റി വയ്ക്കുകയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയിലും വിശ്വാസ ജീവിതത്തിലും ജീവിക്കുന്ന വ്യക്തി സുഖലോലുപതയ്ക്കും മദ്യാസക്തിക്കും ജീവിത വ്യഗ്രതയ്ക്കും അവൻ അടിമപ്പെടുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ ഭക്തിയുടെ തലത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നുകൂടി തിരിച്ചറിയണം. മറ്റൊന്ന് യാക്കോബ് ശ്ലീഹ തുടർന്ന് പറയുകയാണ് 1-ാം അധ്യായം 26 താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും അവൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അപ്പോൾ ഒന്നാമത് നമ്മുടെ യഥാർത്ഥ ഭക്തിയുടെ തലങ്ങളിലേക്ക് ഒന്ന് ധ്യാനിക്കുകയാണ്. ഒന്നാമത് നമ്മുടെ യഥാർത്ഥ ഭക്തി അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ ജീവിതങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കുവാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ഭക്തി വളരണം. രണ്ടാമത് ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ, ആത്മാവിൻ്റെ ഫലങ്ങളുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമ്മുടെ ഭക്തി നമ്മെ സഹായിക്കണം. മൂന്നാമത് നമ്മുടെ ഭക്തി നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കണം. കാരണം താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. കാരണം ഹൃദയത്തിൽ ഒരു ചിന്തയാണ്, പക്ഷെ നാവ് കൊണ്ട് വേറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് യഥാർത്ഥ ഭക്തിയല്ല. ചിലർ മുഖസ്തുതി പറയും, ഹൃദയത്തിൽ അവനറിയാം ശരിയല്ല എന്ന്, എന്നാലും അവൻ നാവ് കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ഇല്ലാത്ത നുണക്കഥകൾ പറയുമ്പോൾ, മുഖസ്തുതി പറയുമ്പോൾ അത് ഭക്തിയല്ല എന്ന് തിരിച്ചറിയണം. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 1-2 തിരുവചനങ്ങളിൽ പ്രകാരം യഥാർത്ഥ ഭക്തിയെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ഭക്തി. യഥാർത്ഥ ഭക്തി ഇതാണ്. നമ്മുടെ ശരീരങ്ങളെ നമ്മൾ ദൈവത്തിന് ആരാധനയാക്കി വയ്ക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. യഥാർത്ഥ ഭക്തി ഒരു വ്യക്തി ഓരോ ദിവസവും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി.
മനസ്സിൻ്റെ നവീകരണം വഴി, രൂപാന്തരീകരണം വഴി അവൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കണം. എപ്പോഴും ദേഷ്യപ്പെടുന്ന സ്വഭാവത്തിന് അടിമപ്പെട്ട വ്യക്തി ഓരോ ദിവസം കഴിയും തോറും ആ ദേഷ്യ സ്വഭാവം കുറച്ച് കൊണ്ടുവരുവാനായിട്ട് കഴിയുന്നതാണ് അവൻ്റെ യഥാർത്ഥ ഭക്തിയെന്ന് അവൻ തിരിച്ചറിയണം. ഏതെങ്കിലും ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ ദുശ്ശീലങ്ങളെ ഓരോന്നായിട്ട് കുറച്ച് കൊണ്ടുവരുവാൻ അവൻ പരിശ്രമിക്കുന്നതാണ് യഥാർത്ഥ ദൈവഭക്തി. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വചനഭാഗങ്ങളിൽ പ്രകാരം പഠിപ്പിക്കുക. എന്തെന്നാൽ ജഡികരായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവയ്ക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്ക് നയിക്കുന്നു. ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അപ്പോൾ യഥാർത്ഥ ഭക്തി ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും മനസ്സുറപ്പിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ ഭക്തൻ. യഥാർത്ഥ ഭക്തിയിൽ വളരുന്നവൻ. ജഡികമായ കാര്യങ്ങൾക്ക് വേണ്ടി അമിത പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ആത്മീയ കാര്യങ്ങളെയൊക്കെ ചെറുതായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ സമയമില്ല, അല്ലെങ്കിൽ ജപമാല ചൊല്ലാൻ സമയമില്ല, കുടുംബ പ്രാർത്ഥന നടത്തുവാനായിട്ട് സമയമില്ല, ദേവാലയത്തിൽ ചെന്നിരുന്ന് ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ സമയമില്ല. ഈ ജോലിക്ക് വേണ്ടിയും ജഡിക കാര്യങ്ങൾക്ക് വേണ്ടിയും ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയും മാത്രം ഒരുവൻ കൂടുതൽ സമയം ചെലവിടുമ്പോൾ അവൻ യഥാർത്ഥ ഭക്തിയിൽ അല്ല ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയണം. യഥാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ അവൻ ആത്മീയ കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കും. കാരണം ഏതാണ് ഈ പ്രാധാന്യമെന്ന് തിരിച്ചറിയും. ഈ കർത്താവായ ഈശോ തന്നെ പറയുന്നുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം. അപ്പോൾ ആത്മാവിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി എടുക്കുന്ന നിലപാടുകളാണ് അവൻ്റെ യഥാർത്ഥ ദൈവഭക്തിയെക്കുറിച്ചുള്ള മാറ്റുരയ്ക്കുന്നതെന്ന് തിരിച്ചറിയണം. നമ്മൾ ഏതിനാണ് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത്? ആത്മീയ കാര്യങ്ങളെ എനിക്ക് ഒരു തമാശയായിട്ട് കാണുന്നുണ്ടോ? മറ്റുള്ളവരെ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അവരെ കളിയാക്കുവാനായിട്ട് എൻ്റെ മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ യഥാർത്ഥ ഭക്തിയിൽ വളർന്നിട്ടില്ല. മറ്റുള്ളവരുടെ ചെറിയ ഭക്ത അഭ്യാസങ്ങൾ കാണുമ്പോൾ ഇതൊന്നും കാര്യമില്ല എന്നുള്ള ചിന്തയോടെ ഞാൻ അതിനെ കളിയാക്കുന്നുണ്ടെങ്കിൽ, അതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ യഥാർത്ഥ ആത്മീയ തലത്തിൽ വളർന്നിട്ടില്ല എന്ന് തിരിച്ചറിയണം. കാരണം ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ മനുഷ്യ ജീവിതങ്ങളാണ്. നമുക്കൊരെണ്ണം സ്വീകാര്യതയായിട്ടുള്ളത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ വേറെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആത്മീയ തലങ്ങളിൽ ഒരു വഴി ഇന്നത് തന്നെ, ഇതാണ് ശരി എന്ന് പറഞ്ഞ് നിർബന്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ റിസൾട്ടിലാണ് നമ്മൾ നോക്കേണ്ടത്. ഒരുവൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്ന വ്യക്തി ക്ഷമിക്കുകയും സ്നേഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ ഭക്തനാണ്, യഥാർത്ഥ വിശ്വാസിയാണെന്ന് തിരിച്ചറിയണം. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. റിസൾട്ട് ഇല്ലാതെ ജീവിതത്തെ നമ്മൾ ഒരു അനുഷ്ഠാനം പോലെ ജീവിക്കുമ്പോൾ അത് യഥാർത്ഥ ഭക്തിയല്ല. അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൻ്റെ ശൈലിയിൽ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ഭക്താനുഷ്ഠാനമായിട്ട് അത് മാറുന്നത്. പത്രോസ്ലീഹയുടെ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ യഥാർത്ഥ ഭക്തിയുടെ മനോഹരമായ ഒരു ചിന്ത അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കുവാൻ നന്നായി ഉത്സാഹിക്കുവിൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ സുഹൃതം കൊണ്ട് നമ്മൾ അതിനെ മനോഹരമാക്കുവാനായിട്ട് സാധിക്കണം. സുഹൃതപൂർണമായ ഒരു ജീവിതം ജ്ഞാനം കൊണ്ട്. കാരണം യഥാർത്ഥ ജ്ഞാനം നമ്മളെ ആത്മസംയമനത്തിലേക്ക് നമ്മളെ നയിക്കും. യഥാർത്ഥ അറിവ് കാരണം ആത്മസംയമനം ഉണ്ടായിരിക്കും ആ വ്യക്തിയിൽ. എടുത്തുചാട്ടപ്പെടുന്ന സ്വഭാവം അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം, ഇത് യഥാർത്ഥത്തിൽ ശരിയായ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. അത് ആ ഭക്തിയുടെ കുറവാണെന്ന് തിരിച്ചറിയണം. ഭക്തി വളർന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ നന്മകളുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സുഹൃതമുണ്ടായിരിക്കും, ജ്ഞാനമുണ്ടായിരിക്കും, ക്ഷമയുണ്ടായിരിക്കും, ഭക്തി ഉണ്ടായിരിക്കും, സഹോദര സ്നേഹം ഉണ്ടായിരിക്കും, ഉപവി ഉണ്ടായിരിക്കും. ഇതില്ലാതെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്തി വളരുന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഈ നന്മകൾക്ക് വേണ്ടി നമ്മൾ ഉത്സാഹിക്കണമെന്ന് പറയുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നിങ്ങൾ ഫലരഹിതരുമാകാതിരിക്കുവാനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ നന്മകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം, ഭക്തിയുള്ള ജീവിതം ഫലരഹിതമായിട്ട് മാറുകയില്ല. കാരണം ഇവയില്ലാത്തവൻ, വചനം തുടർന്ന് പറയുക, അന്ധനായിരിക്കും, ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട എന്ന കാര്യം
വിസ്മരിക്കുന്നവനുമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പഴയ ഒരു വിശ്വാസത്തിൽ വന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നിട്ട് നമ്മൾ ആ ഭക്തിയിൽ മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ നന്മകളുണ്ടായിരിക്കണം. ഒന്നാമത്, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ കടന്നു ചെല്ലണം. ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ വിശ്വാസ ജീവിതത്തെയും മനസ്സിൻ്റെ നവീകരണം വഴി വിശുദ്ധമായി രൂപപ്പെടുത്തുവാൻ സാധിക്കണം. ആത്മീയ കാര്യങ്ങളിൽ, നല്ല കാര്യങ്ങളിൽ, ആത്മാവിന് രക്ഷ നൽകുന്ന കാര്യങ്ങളിൽ ഉത്സാഹത്തോടെ പങ്കുചേരുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റൊന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന തലത്തിൽ നമ്മൾ വളരണം. യഥാർത്ഥ ഭക്തി, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് പുറത്തേക്ക് വരും. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, ആത്മസംയമനം, വിശ്വസ്തത, ഇതൊക്കെ ആത്മാവിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ ആത്മീയ മനുഷ്യൻ യഥാർത്ഥ ഭക്തിയിൽ വളർന്ന ഭക്തനാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഇതായിരിക്കും, ജഡത്തിൻ്റെതായിരിക്കില്ല. ജഡത്തിൻ്റെതായ വെറുപ്പ്, ദേഷ്യം, കോപം, മാത്സര്യം, അതുപോലെ മർക്കടപുഷ്ടി, മറ്റുള്ള മാതാപിതാക്കളെ അനുസരിക്കാത്ത സ്വഭാവം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ ഭക്തിയിൽ വളരാത്തത് കൊണ്ടാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനങ്ങൾ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ, അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവ്വം പെരുമാറുവിൻ, ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവിൻ, തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യുവാൻ ശ്രദ്ധിക്കുവിൻ. യഥാർത്ഥ ഭക്തി നന്മ ചെയ്യുവാനായിട്ടൊരു വ്യക്തിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. തിന്മ ചെയ്യുകയില്ല. ആ വ്യക്തിക്ക് മറ്റുള്ളവർ തിന്മ ചെയ്താലും അവൻ നന്മയെ ചെയ്തുകൊണ്ടിരിക്കൂ. അതാണ് യഥാർത്ഥ ഭക്തി. ഇന്ന് ഭക്തിയുടെ പേരിൽ തന്നെ ചുറ്റുപാടുകളിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കാണാനായിട്ട് സാധിക്കും. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് മറ്റൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിനെതിരായിട്ട് പ്രവർത്തിക്കാൻ കാരണം എന്താണ്? ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ യഥാർത്ഥ ഭക്തിയല്ല നിലനിൽക്കുന്നത്. മാത്സര്യത്തിൻ്റെ, വിഭാഗീയതയുടെ, വെറുപ്പിൻ്റെ അരൂപികൾ ആ വ്യക്തികളിലെ കൂട്ടായ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അവർ യഥാർത്ഥ ഭക്തിക്കെതിരെ നിലപാടുകൾ എടുക്കുന്നത്. മറ്റുള്ളവരെ തകർക്കണം, അല്ലെങ്കിൽ ആ കൂട്ടായ്മയെ തകർക്കണം, അല്ലെങ്കിൽ അവരുടെ നല്ല സൽപ്രവൃത്തികളെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമായി ചിത്രീകരിക്കണമെന്നുള്ള ചിന്തകൾക്ക് ഒരു വ്യക്തി, പ്രാർത്ഥിക്കുന്ന വ്യക്തി അടിമപ്പെടുന്നത് അവൻ്റെ യഥാർത്ഥ ഭക്തി അല്ലാത്തത് കൊണ്ടാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, 6-ാം അധ്യായം 14, സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തി ഉപേക്ഷിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും സഹോദരങ്ങളോട് സ്നേഹമില്ലാതെ ഭക്തി ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അത് സർവശക്തനെതിരായി ചെയ്യുന്ന പാവമാണെന്നാണ് ജോബിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 14 പറയുന്നത്. കാരണം നമ്മൾ കൂടെയുള്ളവരോട് ദയ കാണിക്കാതെ അത് നമ്മൾ എന്ത് ഭക്തി പ്രകടനങ്ങൾ കാണിച്ചാലും അത് സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത്. ബാഹ്യമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഒരു ഭക്തനാണെന്നുള്ള ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടും, പക്ഷേ ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കില്ല. ദൈവം ഒരുവനെ ഭക്തനായി കാണണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്യുന്ന പ്രവൃത്തികളുണ്ടായിരിക്കണം. നന്മ ചെയ്യുവാനായിട്ട് അവനെ നിർബന്ധിക്കണം അവൻ്റെ ഭക്തപ്രവർത്തനങ്ങൾ, ഭക്താഭ്യാസങ്ങൾ. പത്രോസ്ലിയുടെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 16 പറയുക: നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും. അപ്പോൾ നമ്മുടെ മനസാക്ഷിയെ ശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. യഥാർത്ഥ ഭക്തി നമ്മളെ ജീവനിലേക്ക് നയിക്കും. മറ്റുള്ള യഥാർത്ഥ ഭക്തിയില്ലായ്മ നമ്മളെ മരണത്തിലേക്ക് നയിക്കും. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അനീതി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ദൈവം അവസാനം നമ്മളോട് പറയും, എനിക്ക് നിങ്ങളെ അറിയില്ല. അപ്പോൾ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? ഞങ്ങൾ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈശോ പറയും, എനിക്കറിയില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. യഥാർത്ഥ ഭക്തി അനീതി ഉപേക്ഷിച്ച് നീതിയുടെ ജീവിതം നയിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. അപ്പോൾ ഇന്ന് ജപമാല ചൊല്ലുകയും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുർബാന സ്വീകരിക്കുകയും ഭക്താനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന വ്യക്തി സ്വയം ആത്മപരിശോധന ചെയ്യണം. എൻ്റെ ഭക്തി യഥാർത്ഥമായ ഭക്തിയാണോ? എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളിയോട് എനിക്ക് സ്നേഹത്തോടെ ഇടപെടാൻ കഴിയുന്നുണ്ടോ? ആ പങ്കാളിക്ക് ആവശ്യമായിട്ടുള്ള കരുതലും സംരക്ഷണവും എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എങ്കിൽ നീ യഥാർത്ഥ ഭക്തിയിൽ വളരുന്നുണ്ട്. നിൻ്റെ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ, വൃദ്ധരായ മാതാപിതാക്കളെ അവഗണിച്ചിട്ട് നിൻ്റെ ഭക്താനുഷ്ഠാനങ്ങളിൽ നീ മുഴുകി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഭക്തിയല്ല.
വൃദ്ധരായ മാതാപിതാക്കൾ അവരുടെ നല്ല സമയത്ത് നിനക്ക് വേണ്ടി ഒത്തിരി ത്യാഗവും ഒത്തിരി പ്രവൃത്തികളും ഒക്കെ ചെയ്തു. അതെല്ലാം നീ വിസ്മരിച്ചിട്ട് ഇന്ന് അവരെ നിൻ്റെ ഭവനത്തിൽ നിന്ന് അല്ലെങ്കിൽ നിൻ്റെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് പുറത്താക്കി മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഭക്തിയല്ല എന്ന് തിരിച്ചറിയണം. നമ്മളതിനെ മാറ്റം വരുത്താനായിട്ട് സാധിക്കണം. കാരണം തിരിച്ചു വരിക, യഥാർത്ഥ ഭക്തിയിലേക്ക് തിരിച്ചു വരിക, അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങിക്കൂടിയ ഭക്തിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന നീതിനിഷ്ഠയുള്ള അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ സഹായിക്കുന്ന ലോകത്തിൻ്റെ കളങ്കമേൽക്കാത്ത നന്മയുള്ള ഒരു ജീവിതം നയിക്കുന്ന ഭക്തിയിലേക്ക് നമ്മൾ കടന്നു വരുവാനായിട്ട് ദൈവം ഇന്ന് നമ്മളെ വിളിക്കുകയാണ്. യഥാർത്ഥ ഭക്തി നമ്മുടെ കൺമുമ്പിൽ കാണുന്ന തിന്മകളുടെ നേരെ ആ തിന്മകളെ മാറ്റുവാനായിട്ട് നന്മ പ്രവൃത്തികളിൽ മുഴുകുവാൻ നമ്മളെ നിർബന്ധിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുമ്പോഴും അത് സഹോദരങ്ങൾക്ക് നന്മയായി പരിണമിപ്പിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപദ്രവം കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് യഥാർത്ഥ ഭക്തിയല്ല. എന്തിനേറെ നമ്മുടെ ആഘോഷങ്ങൾ തന്നെ നമുക്ക് ഓർക്കാം. ഇടവക സമൂഹങ്ങളിൽ നമ്മളൊരു ആഘോഷം നടത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ നമ്മൾ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഭക്തിയല്ല. പെട്ടെന്ന് നമ്മൾ തിരുനാളുകളുടെ പേരിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പ്രദക്ഷിണമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോൾ പെട്ടെന്ന് ഒരു രോഗിക്ക് കടന്നു പോകാൻ പറ്റുന്ന സൗകര്യം ഒരുക്കാതെ നമ്മൾ കാർക്കശ്യത്തോടെ റോഡ് ബ്ലോക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് യഥാർത്ഥ ഭക്തിയുടെ അടയാളമല്ല എന്ന് തിരിച്ചറിയണം. യഥാർത്ഥ ഭക്തി മറ്റുള്ളവരുടെ കരയുന്നവരുടെ കണ്ണുനീരൊപ്പുന്നതാണ് യഥാർത്ഥ ഭക്തി. ഒരു വേദനിച്ച് കിടക്കുന്നവൻ്റെ അവിടെ ചെന്ന് അവനെ സഹായിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. അതിനെ കണ്ടിട്ട് അവഗണിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോയാൽ അത് യഥാർത്ഥ ആരാധനയായിട്ട് മാറുകയില്ല. സമരിയാക്കാരൻ്റെ ഉപമയിലൂടെ ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥ ഭക്തി ജീവനിലേക്ക് നയിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. നിത്യജീവനിലേക്ക് നയിക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ആ യുവാവിനോട് ദൈവം പറയുകയാണ്. കാരണം എന്താണ്? നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സർവ്വശക്തിയോടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇതാണ് യഥാർത്ഥ ഭക്തി. ദൈവത്തെ എല്ലാറ്റിനുപരിയായി സ്നേഹിക്കുന്നതോടൊപ്പം നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ചുറ്റുപാടുകളിൽ മറ്റുള്ളവരെ കൂടി സ്നേഹിക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ ഭക്തി. തുടർന്ന് അവൻ ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? ഈശോ മനോഹരമായിട്ട് ഒരു ഉപമയിലൂടെ അവൻ്റെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. ജെറുസലേമിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആ ഒരു യാത്രക്കാരൻ അവൻ കവർച്ചക്കാരുടെ ഇടയിൽ പിടിക്കപ്പെടുന്നു. അവരവനെ മർദ്ദിക്കുന്നു. അവസാനം അവനെ ഉപേക്ഷിച്ചിട്ടിട്ട് പോകുന്നു. അതുവഴി പലരും കടന്നു വരുന്നുണ്ട്. ഒരു പുരോഹിതൻ കടന്നു പോകുന്നുണ്ട്, ലേവായൻ കടന്നു പോകുന്നുണ്ട്. ഇവരെല്ലാം അവനെ കണ്ടിട്ട് കടന്നു പോവുകയാണ്. എന്നാൽ ഒരു സമരിയാക്കാരൻ അവിടെ കടന്നു വന്നിട്ട് അവൻ ഈ മുറിവേറ്റ് കിടക്കുന്നവനെ എടുത്ത് അവനെ ശുശ്രൂഷിക്കുന്നു, അവനെ സത്രത്തിൽ കൊണ്ടെത്തിക്കുന്നു. ഇതാണ് യഥാർത്ഥ ഭക്തി. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് യാക്കോബ് ശ്ലീഹ പറയുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്ന ഭക്താനുഷ്ഠാനങ്ങൾ നന്മ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും നമ്മളെ ബലപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഭക്തിയാണ്. ആ ഭക്തിയിൽ വളരുവാൻ ഈ ദിനത്തിൽ നല്ല നിലപാടുകൾ എടുക്കുക. കടന്നു പോകുന്ന വഴികളിൽ നമുക്കൊന്ന് സൂക്ഷ്മതയുണ്ടാകണം. കാരണം ആരെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും സഹായത്തിനായിട്ട് കൈനീട്ടുന്നുണ്ടെങ്കിൽ അവരെ ഉപേക്ഷിച്ച് കളയാതെ, അവരെ കണ്ടിട്ട് അവഗണിച്ച് കടന്നു പോകാതെ അവർക്ക് ആവശ്യമായത് കൊടുക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുന്നതാണ് യഥാർത്ഥ ഭക്തി. ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തൻ്റെ ജീവിതത്തെ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. നാവുകൊണ്ട് പരദൂഷണവും കുറ്റം പറച്ചിലുകളും പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ മലിനപ്പെടുത്താത്തതാണ് യഥാർത്ഥ ഭക്തി. ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് നുണ പറയുന്ന സ്വഭാവമാണെങ്കിൽ അത് യഥാർത്ഥ ഭക്തിയല്ല. ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, ദൈവത്തെ ആരാധിക്കുന്ന നാവുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നാവുകൊണ്ട്, ദൈവത്തെ പ്രകീർത്തിക്കുന്ന നാവുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ പരാതിയും പരിഭവവും പരദൂഷണവും കുറ്റം പറച്ചിലുകളും മ്ലേച്ഛപരമായ വാക്കുകളും നമ്മുടെ നാവുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഭക്തിയുടെ കുറവാണെന്ന് തിരിച്ചറിയണം. ഭക്തിയിൽ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരങ്ങളെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് കഴിയും. യഥാർത്ഥ ഭക്തി നമ്മുടെ ശരീരങ്ങളെ നിയന്ത്രിക്കുന്നതാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. പെട്ടെന്നൊരു കോപമുണ്ടാകുമ്പോൾ, ഒരു വ്യക്തിയെ തകർക്കണമെന്നുള്ള ചിന്ത വരുമ്പോൾ അത് ദൈവവചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ആ തിന്മയിൽ നിന്ന് മോചനം നേടുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്തിയിൽ വളർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം ഇപ്പോൾ തന്നെ സാധിച്ചു കിട്ടണം, ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റാതെ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ തന്നെ പ്രവർത്തിക്കണമെന്നുള്ള വാശിയും അഹങ്കാരവും വരുന്നുണ്ടെങ്കിൽ അത് ഭക്തിയുടെ കുറവാണ്. കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കാൻ കൂടെ കഴിയുന്നതാണ് യഥാർത്ഥ ഭക്തി. കാരണം ദൈവം പറയുന്നുണ്ട്, നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക.
ചില കാര്യങ്ങൾ നമ്മൾ വാശി പിടിക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ എനിക്കെല്ലാം ശരിയായി കിട്ടണമെന്ന് പറഞ്ഞ് നിർബന്ധം കാണിച്ച് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് ഭക്തിയുടെ കുറവാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനും പള്ളിയിൽ പോകുവാനും കഴിയുന്ന നമ്മുടെ ജീവിതങ്ങളിൽ എന്തുകൊണ്ട് നമുക്കൊന്ന് കാത്തിരിക്കാനായിട്ട് പറ്റുന്നില്ല? ദൈവം ഇടപെടുന്ന സമയം വരെ വ്യക്തികളുമായി രമ്യതയിൽ ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയാതെ നമ്മൾ എടുത്തു ചാടി നിലപാടുകൾ എടുക്കുമ്പോൾ അത് ഭക്തിയുടെ കുറവാണ്. ഒരുപക്ഷെ കുടുംബത്തിലെ ചെറിയൊരു പ്രശ്നമാകാം. ആ പ്രശ്നത്തെ ഒന്ന് ശാന്തതയോടെ കൈകാര്യം ചെയ്യാതെ ഇപ്പോൾ തന്നെ ഇതിന് റിസൾട്ട് ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധങ്ങൾ മുറിച്ചു മാറ്റുവാനായിട്ട് അകലുവാനായിട്ട് നമ്മൾ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അത് ഭക്തിയില്ലാത്തത് കൊണ്ടാണ്, ദൈവഭക്തിയിൽ വളരാത്തത് കൊണ്ടാണ്. ദൈവഭക്തിയിൽ വളർന്നാൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസമുണ്ടായിരിക്കും. ആ വിശ്വാസം നമ്മളെ നന്മയിലും സുഹൃതത്തിലും ജ്ഞാനത്തിലും ക്ഷമയിലും മറ്റുള്ളവരെ കരുതുന്നതിലുമൊക്കെ നമ്മളെ എത്തിക്കും. ഈ ദിനത്തിൽ നമ്മുടെ ഭക്തി ജീവിതത്തെ, ഭക്തി അനുഷ്ഠാനങ്ങളെ ഒന്ന് വിലയിരുത്തുവാനും ഒന്ന് പരിശോധിക്കുവാനും നമ്മളിന്ന് തയ്യാറാകണം. പ്രാർത്ഥിക്കുകയും ദാനധർമ്മം ചെയ്യുവാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ട ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്തി ദൈവം ആഗ്രഹിക്കുന്ന ഭക്തിയുടെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നുവെന്ന് വിശ്വസിക്കാം. കൂടുതൽ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ആരെയെങ്കിലുമൊക്കെ വേദനകൾ കണ്ടുകൊണ്ട് അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭക്തിയുടെ അടയാളമാണെന്ന് തിരിച്ചറിയണം. അല്ലാതെ പള്ളിയിൽ വന്ന് കുർബാന കഴിഞ്ഞ് സ്വന്തം കാറിൽ കയറി നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ വിസ്മരിച്ച് ചുറ്റുപാടുകളെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഭക്തിയല്ല എന്നുകൂടി തിരിച്ചറിയണം. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, നന്മകൾ, കൃപകൾ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ഭക്തി ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ വളരുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് നമ്മുടെ ജീവിതങ്ങളെ തകർക്കാതിരിക്കുവാൻ ഈ ദിനത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വാർത്ഥത ഇന്ന് നമ്മുടെ ഭക്തിയെ ജീർണിപ്പിക്കുന്ന തിന്മയാണ്. ഒരുവൻ്റെ ഉള്ളിൽ സ്വാർത്ഥത നിറയുമ്പോൾ അവന് നന്മ ചെയ്യാനായിട്ടുള്ള മടുപ്പുണ്ടാകും. എന്തിന് ഇത്രയും ചെയ്യുന്നു എന്നുള്ള തോന്നൽ, ഞാനെന്തിന് കഷ്ടപ്പെടുന്നു. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഭക്തിയിൽ ജീവിക്കുന്ന വ്യക്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിക്കാതെ എൻ്റെ കാര്യം മാത്രം പ്രാർത്ഥിച്ചു പോകുന്ന വ്യക്തിയാണെങ്കിൽ അവൻ യഥാർത്ഥ ഭക്തിയിൽ വളർന്നിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുവൻ്റെ കണ്ണുനീര് കാണുമ്പോൾ അവിടെ നമുക്ക് അവർക്ക് വേണ്ടി ദൈവം ഇടപെടുവാനായിട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അത് യഥാർത്ഥ ഭക്തിയുടെ അടയാളമാണ് എന്നുകൂടി തിരിച്ചറിയണം. മറ്റുള്ളവരെ കരുതുന്നവരാകാം നമ്മുടെ ഭക്തി ജീവിതം. ഭക്തിമാർഗത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴും യഥാർത്ഥ ഭക്തിയിൽ ഞാൻ വളർന്നിട്ടുണ്ടോ എന്ന് ഓരോ ദിവസവും ആത്മപരിശോധന ചെയ്യുകയും സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥമായി മറ്റുള്ളവരെ കരുതുന്ന ഭക്തിയിലേക്ക് വളരുവാൻ ദൈവത്തോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനും സാധിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. ഈശോ പറയുന്നുണ്ട്, കാരണം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് യഥാർത്ഥ ഭക്തിയിൽ വളർന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് വാക്കുകൊണ്ട് അതരങ്ങൾ കൊണ്ട് നമ്മൾ പ്രഘോഷിക്കുന്ന വിശ്വാസത്തെ നമ്മുടെ കർമ്മം കൊണ്ടുകൂടി അതിനെ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കണം. കൺമുമ്പിലുള്ള തിന്മകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കാണുമ്പോൾ അത് എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു ചിന്തിച്ചുകൊണ്ട് സ്വാർത്ഥതയ്ക്ക് അടിമപ്പെടാതെ അവരുടെ ദുഃഖത്തിൽ ഒരാശ്വാസം കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്ന നന്മ ചെയ്യുവാൻ സാധിക്കുമ്പോൾ നമ്മൾ ഭക്തിയിൽ വളരുന്നുണ്ട്. ഈ ചെറിയൊരുവന് നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന കർത്താവിൻ്റെ വചനം അത് നമ്മളെ കൂടുതൽ ഭക്തിയിലേക്ക് വളർത്തുവാനായിട്ട് സാധിക്കണം. ഒരുവനോട് എന്ത് ചെയ്യുന്നുവോ അത് ദൈവത്തിനോട് ചെയ്യുന്ന കാര്യമാണെന്ന് കൂടി തിരിച്ചറിയുക. യഥാർത്ഥ ഭക്തി അതാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കെങ്ങനെ ഒരാളെ തകർക്കാൻ പറ്റും? ഒരാളുടെ സൽപ്പേരിനെ എങ്ങനെ നശിപ്പിക്കാനായിട്ട് പറ്റും? ഒരാളുടെ വളർച്ചയെയും വിജയത്തെയും എങ്ങനെ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റും? ഒരുവൻ്റെ നന്മയെ കണ്ടില്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു പോകുവാനായിട്ട് എങ്ങനെ സാധിക്കും? കാരണം അവരനോട് ചെയ്യുന്നത് ദൈവത്തോടെടുക്കുന്ന നിലപാടാണെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ഭക്തി. അതിന് ഈ ദിനത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ചെറിയവരിൽ ഒരുവനിൽ ഈ ഒരു ഗ്ലാസ് പച്ചവെള്ളം നീ കൊടുക്കുമ്പോൾ അത് ക്രിസ്തുവിന് കൊടുക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവോടെ അവൻ ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവനായാലും അവൻ മനുഷ്യനാണെങ്കിൽ അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള ചിന്തയോടെ അവന് അർഹമായ പരിഗണനയും അവന് അവകാശപ്പെട്ടത് കൊടുക്കുന്നതുമാണ് യഥാർത്ഥ ഭക്തിയെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് കരങ്ങൾ കൂപ്പാം. കാരുണ്യവാനായ ദൈവമേ, യഥാർത്ഥ ഭക്തി മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും വേദനകളിലും ഇറങ്ങിച്ചെല്ലുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനും നന്മ ചെയ്യുവാനും കഴിയുന്നതാണല്ലോ യഥാർത്ഥ ഭക്തി.
പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും ഭക്തി ജീവിതവും നിർജീവമാണെന്ന് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നു. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവർക്ക് ആശ്വാസം നൽകുവാനും ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനും കഴിയുന്നതാണ് യഥാർത്ഥ ഭക്തി. ആ ഭക്തിയിൽ വളരുവാൻ കർത്താവെ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.